ബാലരാമപുരം കോട്ടുകൽക്കോണത്തെ 2 വയസ്സുകാരി ദേവേന്ദു കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ കൊലപാതകമായിട്ട് അമ്മയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് പറഞ്ഞെങ്കിലും 2-3 കേസിലേക്ക് ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. അവിടെ ഒരാൾക്ക് കളക്ടറേറ്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു. അത് മടക്കി കൊടുത്തില്ല, ജോലിയും കൊടുത്തില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു പരാതി രതീഷ് എന്ന ഒരാളുടെ പരാതി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു, അവരെ അറസ്റ്റ് ചെയ്തു. ആ പരാതി സത്യമാണെന്ന് കണ്ട് FIR ഇട്ടു. അവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്തു. അവർ കുറ്റം സമ്മതിച്ചു. പക്ഷെ തനിക്ക് തൻ്റെ കയ്യിൽ നിന്ന് പലരും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ആ മൊഴി കൂടെ പറഞ്ഞു. അവർ പറഞ്ഞത് ഒരു പോലീസുകാരൻ SP ഓഫീസിലെ പോലീസുകാരന് തൻ്റെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങിച്ചു, തന്നെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നൂടെ പറഞ്ഞു. പോലീസിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല, പീഡന കേസാണ്. പറ്റിച്ച പണം വാങ്ങി ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പലരെയും പറ്റിച്ച അവരെ തന്നെ പറ്റിച്ചു പോലീസുകാരൻ എന്നാണ് മൊഴി. അതുകൊണ്ട് കേസെടുക്കാതിരിക്കാനൊക്കില്ല. അതുകൊണ്ട് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ SHO ധർമ്മജിത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. റേപ്പാണ്, അവരെ റേപ്പ് ചെയ്തെന്നുള്ള രീതിയിലാണ്, അവരെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലും പണം തട്ടിയെടുത്തെന്ന രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പരശോക്കൽ സ്വദേശി ഗിരീഷ് എന്ന പോലീസുകാരനെയാണ് അന്ന് SP ഓഫീസിലാണ്. ഇന്നിപ്പോൾ അയാൾ അവിടുന്ന് മാറി അയാളുടെ പേരിലാണ് പീഡന കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും FIR എടുത്ത് അതിൻ്റെ അന്വേഷണം നടത്തി അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് കണ്ടെത്തണം എന്നാണ് അവിടുത്തെ SHO ധർമ്മജിത്ത് പറയുന്നത്. അതുകൊണ്ട് അവരെ മൊഴി പകർത്തി കേസെടുത്തെങ്കിലും പെട്ടെന്ന് നടപടി ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കണം. ഇവർ പലരെയും പറ്റിച്ച സ്ത്രീയാണ്. ധാരാളം പേരെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ പറ്റിച്ചിട്ടുമുണ്ട്. ഇവരെ പറ്റിച്ചും ആ പറ്റിച്ച് വാങ്ങിച്ച പോലീസുകാരൻ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പരാതി ഇവിടെ പറഞ്ഞപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അവർ പറഞ്ഞെങ്കിലും അവർക്കെതിരായിട്ട് 3-4 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും അവർ വാദിയായി ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ. ഏതായാലും ശ്രീധു എന്ന് ആ കുട്ടിയുടെ അമ്മ, ദേവേന്ദുവിൻ്റെ അമ്മയെ ആ മർഡർ കേസിലെ പ്രതിയാക്കിയിട്ടില്ല. പോലീസ് അവർക്ക് അതിനകത്ത് റോളില്ല എന്നും പറയുന്നുണ്ട്. അത് തന്നെയല്ല, അവരുടെ ഡിഫൻസ് വളരെ കൃത്യമാണ്. അവർ ബാത്റൂമിൽ പോയപ്പോൾ കൊച്ചിന്റെ കരച്ചിൽ കേട്ടു എന്ന് അമ്മ പറഞ്ഞു, അമ്മയുടെ മൊഴിയുണ്ട്. അതിനുശേഷമാണ് കുട്ടിയെ കാണാതെ പോയത്, കുട്ടിയെ പിന്നീട് കിണറ്റിന്ന് കണ്ടെത്തിയത്. പക്ഷേ തന്നെ ഒരു പോലീസുകാരൻ പീഡിപ്പിച്ചു, തന്നെ റേപ്പ് ചെയ്തിരിക്കുന്നു, അയാൾ തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റി എന്നുള്ള മൊഴി കൊടുത്തപ്പം അതിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പോലീസുകാരനെ ഉടനെ അറസ്റ്റ് ചെയ്യില്ല, അതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് അന്വേഷണത്തിൽ കൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം മാത്രമേ പോലീസുകാരനെതിരായിട്ട് നടപടി എടുക്കൂ എന്ന് അവിടുത്തെ SHO തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് അമ്മാവൻ തന്നെ. പോലീസ് അത് തീർച്ചപ്പെടുത്തി ഉറപ്പിച്ചു. തുടക്കം മുതലേ നമുക്ക് സംശയം ഇയാളെ തന്നെയായിരുന്നു. അതിനകത്ത് മറ്റൊരാൾ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. കാരണം കുട്ടിയെ കെട്ടിക്കൊണ്ട് ജീവനോടെ എടുത്തിട്ടത് ഹരികുമാർ ആണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അറിയായിരുന്നു ആ കേസിനകത്ത്. പക്ഷെ അയാളോ അയാളുടെ സഹോദര ശ്രീധുവോ അവരുടെ അമ്മയോ ഭർത്താവോ ഒന്നും ആ കാര്യം തീർച്ചപ്പെടുത്തി പറഞ്ഞില്ല. പോലീസിന്റെ അന്വേഷണം ബാലരാമപുരം SHO അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒപ്പം DYSP ഷാജിയും ആ കേസ് വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ അന്വേഷിച്ചു. ആ പ്രതി ഹരികുമാർ തന്നെ എന്ന് തീർച്ചപ്പെടുത്തി അയാളെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ അയാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. പോലീസ് വളരെ വിപുലമായ അന്വേഷണം നടത്തി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ആയിരുന്നു അത്. 2 വയസ്സുള്ള പെൺകൊച്ചിനെ ജീവനോടെ എടുത്ത് കിണറ്റിലിട്ടു. വെളുപ്പിന് 5 മണിക്കും 5:30 മണിക്കും ഇടയ്ക്ക് കുട്ടിയുടെ കരച്ചിൽ കേട്ടെന്ന് കുട്ടിയുടെ വല്യമ്മ പറഞ്ഞു. അപ്പോൾ ശുചിമുറിയിൽ ഉണ്ടായിരുന്ന
കുട്ടിയുടെ അമ്മ ശ്രീതു അവരിറങ്ങി വന്നു. കുട്ടിയെ കാണാനില്ല. കുട്ടി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയോ, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ എന്ന് അവര് പ്രഥമ ദൃഷ്ടി അവർക്ക് തോന്നി. വെളുപ്പിനെ 5 മണിക്ക് തന്നെ അവര് ആ സമയത്ത് തന്നെ ബാലരാമപുരം അവരെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നു, നാട്ടുകാർ വന്നു. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പം ആ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തിട്ട് പോയില്ല എന്ന് ഉറപ്പിച്ചു. കുട്ടി വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. അങ്ങനെയാണ് സംശയം തോന്നി കിണർ നോക്കിയത്. ഫയർഫോഴ്സ് വന്ന് കെട്ടിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലെ ശ്വാസം മുട്ടി തന്നെ കുട്ടി മരിച്ചിരിക്കുന്നത്. കുട്ടിയെ ജീവനോടെ കിണറ്റിലെടുത്തിട്ടു എന്ന് ഉറപ്പിച്ചു. ആരാണ് കിണറ്റിലെടുത്ത് ഇട്ടത് എന്നുള്ളതായി. എങ്കിലും അരികുമാർ എന്ന് പറഞ്ഞ അമ്മാവൻ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ, ചെറുപ്പക്കാരൻ, അയാളുടെ മുറിയിലെ അയാൾ കിടന്ന കട്ടിലിന് തീ കത്തുകയും ചെയ്തു. അത് അയാൾ തന്നെ കത്തിച്ചതാണ്. അവിടെ മണ്ണെണ്ണ ഉണ്ടായിരുന്നു, മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സ്വയം കത്തിയതല്ല, അയാൾ കത്തിച്ചതെന്ന് ഉറപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം ഒരു മാനസിക വിഭ്രാന്തി പോലെ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് വീട് കത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്തിനാണ് ആ കുട്ടിയെ എടുത്ത് കെട്ടിലിട്ടത്? പോലീസ് അത് ആമുഖത്തിൽ തന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ സംശയം ഇപ്പൊ സ്ഥിരീകരിച്ചു. ആ ഹരികുമാർ എന്ന് പറഞ്ഞ ഇളയ പയ്യൻ അവരെ സഹോദരിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വീട്ടില് 16-ാം അടിയന്തരമായിരുന്നു. ആ ശ്രീധുവിന്റെ അല്ലെങ്കിൽ ഹരികുമാറിന്റെ പിതാവിന്റെ ആ അടിയന്തരത്തിന് ഭർത്താവ് അവിടെ വന്നിരുന്നു. ഭർത്താവും ശ്രീധുവും തമ്മിൽ പിണക്കത്തിലാണ്. പക്ഷേ ഈ കർമ്മത്തിന് അയാൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു. 16-ാം ദിവസം അടിയന്തരം നടത്തുന്ന സമയത്ത് ഭർത്താവ് ആ വീട്ടിൽ കിടന്നു ഉറങ്ങിയിരുന്നു. അയാളപ്പം ഒരു കുട്ടിയും കിടന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മൂത്ത കുട്ടിയായിരിക്കണം, ഇളയ കുട്ടി അമ്മയുടെ ഒപ്പം ആയിരിക്കണം. ഇതെല്ലാം അമ്മ ശുചിമുറിയിലും അമ്മ പോയപ്പം കുട്ടിയുടെ കരച്ചു കേട്ടപ്പം വല്യമ്മ വിളിച്ചു പറയുകയും ചെയ്തു, കുട്ടി എന്താ കരയുന്നത്? ബലമായിട്ട് കുട്ടി എടുത്തുകൊണ്ടുപോയി കെട്ടിലിട്ടു. ഏതായാലും പോലീസ് അത് ഉറപ്പിച്ചു, ഇത് ഹരികുമാർ തന്നെ, മറ്റാർക്കും ഇതിനകത്ത് പങ്കില്ല. 29-ാം തീയതി രാത്രി ഹരികുമാർ ആ മുറിയിൽ നിന്ന്, അവന്റെ മുറിയിൽ നിന്ന് തൊട്ടടുത്ത മുറിയിലുള്ള സഹോദരിക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. വാട്സാപ്പ് മെസ്സേജാണ്. രാത്രി എൻ്റെ കൂടെ വന്ന് കിടക്കണം. അങ്ങനെ ആ മെസ്സേജ് കിട്ടിയ ശേഷം രാത്രിയിൽ അവര് സഹോദരൻ്റെ ഒപ്പം വന്ന് കിടന്നു. ആ സമയത്ത് കുട്ടി നിലവിളിച്ചപ്പം ഇവർ സഹോദരൻ്റെ അടുത്തുനിന്ന് മടങ്ങിപ്പോയി. ഇത് അയാൾക്ക് വലിയ വൈരാഗ്യമായി. ഈ കുട്ടിയാണ് ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് എന്ന് കരുതിയിട്ടുണ്ടാവണം. ആ വൈരാഗ്യം കൊണ്ട് കുട്ടിയെടുത്ത് കെട്ടിലിട്ടു എന്നാണ് ഇപ്പം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരാൾക്കും പങ്കില്ല. കേരളത്തിൽ കെട്ടുകലുമില്ലാത്ത ഒരു ബന്ധമാണ് സഹോദരനും സഹോദരിയും തമ്മിൽ ഈ കേസിന് പിന്നാമ്പുറത്തുണ്ടായിരിക്കുന്നത്. അത് വളരെ ഞെട്ടലോടെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. കേരളത്തിലുള്ള പല വീടുകളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതുപോലെയുള്ള 1-2 സംഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അത് നെയ്യാറ്റിൻകര താലൂക്കിലുള്ളവർ തന്നെ ആയിരുന്നു ആ ഒരു കേസിലും. സ്വന്തം സഹോദരൻ അൺഒഫീഷ്യലായിട്ട് ഭാര്യാഭർത്താക്കന്മാരെ കഴിയുന്ന സംഭവങ്ങളുണ്ട്. അത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ബന്ധം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാള് ചില സാത്താൻ സേവ നടത്തുന്നവരും പൂജ നടത്തുന്നവരത്തൊക്കെ ഈ ഹരികുമാർ എന്ന് പറഞ്ഞ ആള് അതിൽ അന്ധമായി വിശ്വസിച്ച് ആലപ്പുഴ ജില്ലയുടെ ഒരു ഭാഗത്തും തിരുവനന്തപുരം ശംഖുമുഖത്ത് ഒരാളുടെ കൂടെയൊക്കെ പൂജയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അന്ധവിശ്വാസികളാണ് രണ്ടുപേരും. സാമ്പത്തികമായി വളരെയധികം തിരിമറി നടത്തിയതിന്റെ ശ്രീധുവിന്റെ പേരിൽ ധാരാളം കേസുകളുണ്ട്. അവര് ഏകദേശം 10-60 ലക്ഷത്തോളം വായ്പ വാങ്ങിച്ചിരിക്കുന്നു. 2-3 കോടിയുടെ ബാധ്യതയുണ്ട് എന്നൊക്കെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നു. ഏതായാലും പോലീസ് ഇപ്പം ഇയാളെ കസ്റ്റഡി വാങ്ങിച്ചു. മറ്റു ബന്ധം ഇതാണ് കാരണമെന്ന് കണ്ടെത്തി. അത് ഇന്നലെ തന്നെ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊടുത്തു. കോടതി അയാളെ ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിനകത്ത് വേറൊരാൾക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. പ്രതി ഒന്നേ ഉള്ളൂ, അത് ഹരികുമാർ തന്നെ. കൊച്ചിന്റെ ആ കുഞ്ഞുകുട്ടിയുടെ അങ്കിളാണ്, അമ്മാവനാണ്, ചെറുപ്പക്കാരനാണ്. അത് ഒരു വൈരാഗ്യത്തിൽ ചെയ്തതാണ്.
സ്വന്തം സഹോദരിയുള്ള വൈരാഗ്യത്തിലാണ് കൊച്ചിനെ ബലി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ കൊച്ചിനെ ബലിയാടാക്കിയത്, അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നുകളഞ്ഞത് എന്ന് ഇപ്പൊ കൃത്യമായി. ഏതായാലും കേരളത്തിലെ ഇതുപോലൊരു കേസ് വളരെ റയറായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഷോക്കിങ്, നമുക്കെല്ലാവരും ഞെടുക്കുന്ന ഷോക്ക് ചെയ്യുന്നതുമായ ഒരു ബന്ധമാണ് ആ സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞുകുട്ടിയുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.